കണ്ടല്ലേ മാസ്ക് വെക്കാതെ നടക്കാൻ പറ്റും. ഇതിങ്ങനെ പഠിച്ചാണ്ടല്ലോ കട്ടേന്ന് പറഞ്ഞത് ഇവിടെ മൂടി വയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല അപ്പൊ നമ്മ കേട്ടില്ലേ അവരവസ്ഥ. എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ ഹൃദയ ഭാഗത്താണ്. അപ്പൊ ഇവിടെ നമ്മുടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഏറ്റവും മുതൽ അങ്ങേറ്റം വരെ പണിയുന്ന ഹൈവേ നമുക്കെല്ലാവർക്കും അത്യാവശ്യമുള്ളതും നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ സംഭവം കൂടിയാണ്. പക്ഷേ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ, അതായത് കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും മറ്റുള്ളവർക്ക് അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. അതായത് നമ്മുടെ പൊടി നിറഞ്ഞിട്ട് ആകെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള ചന്തപ്പുരയുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിലേക്കാണ് നമുക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. അവിടുത്തെ ഒരു കച്ചവടക്കാരുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ പറ്റുന്നില്ല. അതായത് നമ്മുടെ ഓട്ടോറിക്ഷക്കാരായി കുറച്ച് പേരുണ്ട്. അവർക്ക് എങ്ങും മാറിപ്പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ അവരൊക്കെ പൊടിയുടെ അകത്തളത്തിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നവർ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ പിന്നാലെ പോരി എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ കേട്ടോ. ഒരു കടക്കാരനോട് നമുക്ക് അവിടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ്. പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ പൊടിയാണ് കേട്ടോ. നമുക്ക് അപ്പോൾ ഇതിന് പൊടി ഡ്രസ്സുമ്മൽ ഉണ്ടാവുന്ന അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ കടയുടെ ഓണറാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ കൊടുങ്ങല്ലൂരിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയെ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് നമുക്ക് അറിഞ്ഞത്. അത് താങ്കളുടെ പേര്? എൻ്റെ പേര് മുല്ലങ്ങ റഹീം, കൊടുങ്ങല്ലൂർ എന്ന് പറയും. കൊടുങ്ങല്ലൂരിൽ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങ് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അല്ല, കുറച്ച് കാലമായി ഇപ്പോൾ റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാലമായിട്ട് വളരെ ശോചനീയ അവസ്ഥ. കച്ചവടത്തിൽ തന്നെ വളരെ നമുക്ക് ട്രാഫിക് ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണമൊക്കെ വളരെ പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ റോഡ് പണിക്കാർ വെള്ളം നടക്കാത്തതിൻ്റെ പേരിലുള്ള ഈ പൊടി വളരെ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൊടിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ? അതായത് വളരെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൊടുങ്ങല്ലൂരുള്ള ഒരുവിധം ബിസിനസ്സുകാരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9:30 മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് പൂട്ടുന്നത് വരെ ഇവിടെ പൊടിയുടെ ഒരു അഭിഷേകമാണ് സത്യം പറഞ്ഞത്. ഒരു വണ്ടി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊടി പിടിച്ച് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അപ്പം ഇപ്പം വണ്ടിയുടെ കാര്യം പറഞ്ഞു. വണ്ടി ഇപ്പം നമുക്ക് സർവീസ് ചെയ്താൽ മാറാവുന്ന വിഷയമാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ കടയിൽ നിൽക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അവർക്ക് വല്ല വയ്യായ്കൾ വരാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഈ പൊടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ? ഉദാഹരണത്തിന് ഇപ്പം ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസം ഈ പൊടിയിൽ വന്നിരുന്നിട്ട് എനിക്ക് ശ്വാസകോശത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നെ ഞാനിപ്പോൾ അതേ മാസ്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ പൊടിയാണെങ്കിൽ കടയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് കംപ്ലീറ്റ് വസ്ത്രങ്ങളൊക്കെ കറുത്ത ഈ ട്രാക്ക് സൂട്ടൊക്കെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ മഞ്ഞ കളറിലാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് കേട്ടത്. അതായത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യം ഒരു പച്ച യാഥാർത്ഥ്യം അദ്ദേഹം വിവരിച്ച് നമ്മളോട്. അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വണ്ടി കൊണ്ടെന്ന് വെച്ചാൽ തന്നെ അതിനകത്ത് പൊടി വന്നിട്ടില്ല. വണ്ടി നമുക്ക് സർവീസ് ചെയ്താൽ മാറാവുന്ന വിഷയങ്ങളുള്ളൂ. പക്ഷേ നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളും നമുക്ക് സർവീസ് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കാണുന്നത് എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അവരിപ്പോൾ കൂടുതൽ നമ്മളോട് ഈ പറയുന്നത്. അതിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് സെയിൽ ഇപ്പോൾ എങ്ങനെ നിൽക്കണം നമ്മുടെ കച്ചവടം കാര്യങ്ങളൊക്കെ? സെയിൽ ഇപ്പോൾ വളരെ മോശമാണ്. കാരണം ഈ പൊടിയായിട്ട് ഒരു മനുഷ്യനും ഒരു വണ്ടിയായിട്ട് ഇവിടെ വരുന്നില്ല. വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് ഒരു പർച്ചേസ് ചെയ്യാനുള്ള മൂഡിലേക്കല്ല ഇപ്പോൾ അവർ കൊടുങ്ങല്ലൂർക്ക് വരുന്നത്. ഇവിടെ കച്ചവടം ഇപ്പോൾ തീരെ നടക്കുന്നില്ല, ഒരു രക്ഷയില്ല. വളരെ മോശമാണ്, വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ ഷോപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവർ കച്ചവടം ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, ഇപ്പോൾ ഒരു ടൗൺ അതിൻ്റെ പേരിൽ ഇവരെ വാടക എന്ന് പറയുന്നത് അല്ലേ ഒരു 30,000 രൂപയെങ്കിലും നമുക്കൊരു മാസം ഇവർക്ക് വാടക വരുന്നുണ്ട്. കറണ്ട് ബില്ല് വേറെ വരുന്നുണ്ട്, പിന്നെ ഇവർക്ക് സ്റ്റാഫുകൾക്ക് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ സ്ഥാപനം എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കട കണ്ടില്ല, ഇപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി അവിടെ നമ്മുടെ ഈ പൊടി വന്നതിന് ശേഷം കസ്റ്റമറൊക്കെ എങ്ങനെയാണ് അവിടെ അവസ്ഥകൾ? ഭയങ്കര കുറവാണല്ലേ? ഈ പൊടി വന്നതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ പൊടി തന്നെയാണല്ലേ? അപ്പോൾ അതിൻ്റെ വാടകയും ഈ ഇവരെ ചിലവും കാര്യങ്ങളൊക്കെ മുട്ടിപ്പോകാന്നൊക്കെ വളരെ അവസ്ഥയുണ്ട്. കസ്റ്റമർക്ക് വരാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊടി കണ്ടെന്ന് സ്വാഭാവികമായിട്ടും ആരും ഇപ്പോൾ ഇദ്ദേഹം താങ്കൾ വളരെയധികം ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരു കൊടുങ്ങല്ലൂർക്കാരൻ്റെ ഇപ്പോൾ ഒരു നാടി നരമ്പുകൾ അറിയുന്ന വ്യക്തി എന്ന് നമ്മുടെ അന്വേഷിച്ചപ്പോൾ താങ്കളെ കുറിച്ചാണ് അറിഞ്ഞത്.
അപ്പോൾ താങ്കളുടെ കാര്യങ്ങളെല്ലാം വളരെ ഇതുണ്ട്. അപ്പം പരമാവധി അമ്മ ആളുകളിലേക്ക് എത്തിക്കണം ഈ ഒരു കാര്യങ്ങൾ. അതായത് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ റൂൾ അനുസരിച്ച് കൊണ്ട് വെള്ളം പമ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഹൈവേയുടെ ഒരു കാറ്റഗറി ലിസ്റ്റല്ല ഇവിടെ കിടക്കുന്നത്. ഒന്ന് മാറിയിട്ടാണ് കൊടുങ്ങല്ലൂരിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന റോഡാണിത്. ഹൈവേയിലേക്ക് വരുമ്പോൾ ഇതിനെക്കാട്ടും ഭീകരതയാണ്. അവർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കുറവാണ്. എന്നാലും ഇവർക്കിപ്പോൾ ഉള്ള ആളുകളുടെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ചിത്രീകരിക്കുക. നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ അവസ്ഥ ചിന്തിക്കുക. നമുക്ക് നേരെ ഒന്ന് നമ്മുടെ ചന്തപ്പരയുടെ ഒരു ഭാഗങ്ങളിലേക്ക് അതൊന്നും കടക്കാം. നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ പൊടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പേര് ചേട്ടാ നൗഷാദ് കടയുടെ അഭിപ്രായം നോക്കണം. പുള്ളിയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന ആളുകളാണ്. ഒന്ന് പറഞ്ഞ പൊടിനെ കുറിച്ച് നമ്മുടെ ഒരു അവസ്ഥ പറഞ്ഞാലേ കേൾക്കുള്ളൂ. മൊത്തത്തിൽ പൊടി ഇവിടുത്തെ മൊത്തത്തിൽ പൊടി നടക്കുന്ന പൊടി എന്ന് വെച്ചാൽ ഇവിടുത്തെ വർക്കിൻ്റെ ആണ്. അപ്പോൾ അത് നമുക്ക് അവർ വെള്ളം ഒഴിക്കാറുണ്ട്. എന്നിരുന്നാലും അത് വെയിൽ കൊണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ വീണ്ടും പിന്നെയും പൊടിയാകും. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കടകൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. മറ്റുള്ളവർക്കുണ്ട്, യാത്രക്കാരുണ്ട്, കടക്കാരുണ്ട്. നമ്മൾ ഇതൊക്കെ സഹിച്ച് തന്നെ ഇരിക്കണം. ഇതിനൊരു നിവൃത്തി എന്ന് വെച്ചാൽ ഇത് പണി എത്രയും പെട്ടെന്ന് തീർക്കാം. ടൗൺ ഭാഗത്ത് എത്രയും പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സൗകര്യവും. അപ്പോൾ നമ്മൾ നൗഷാദ്ക്കാരുടെ അഭിപ്രായം കേട്ടില്ലേ? പൊടിയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്. വെള്ളങ്ങൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വിധം 2 നേരമൊക്കെ അടിച്ചാലും ഇവിടുത്തെ വണ്ടികളുടെ ഗതാഗത കുരുക്ക് കാരണം പൊടി ഒരു രക്ഷയിൽ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് കാണാം. എൻ്റെ ഭീകരാവസ്ഥ ഉണ്ട്. അവിടേക്ക് നമുക്കൊന്ന് പോകണം. അല്ലെങ്കിൽ പൊടി എന്ന് പറഞ്ഞാൽ അന്യായ പൊടിയാണ്. ഒരു രക്ഷയില്ല. നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാരണന്മാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് പറ്റിയ മാസ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു അവസ്ഥയിലൊന്ന് ചിത്രീകരിക്കാം. ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? മാസ്ക് വെക്കാൻ നടക്കാൻ പറ്റുമോ നമുക്ക്? പൊടി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. മാസ്ക് വെച്ചിട്ട് പോയാൽ മതി. കണ്ടല്ലേ? മാസ്ക് വെക്കാതെ നടക്കാൻ പറ്റും. അമ്മമാര് നോക്കിയാണ് നിൽക്കുന്നത്. ആകെ എട്ടങ്ങേറായി നിൽക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു രക്ഷയില്ലല്ലോ. ഈ മാസ്ക് ഒന്ന് പിടിച്ചേ. അപ്പൊ ഈ പ്രായമായവരും അത് കുട്ടികളും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. കാണുന്ന കുഞ്ഞു മക്കളൊക്കെ ഹോസ്പിറ്റലുള്ളതിൻ്റെ കുഞ്ഞു മക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ പൊടിയാണ്. നല്ലല്ലേ ഇത്? ഓക്കെ, അടിപൊളിയാണ്. ചന്തപ്പരയിലത്തെ ലൈവ് അവസ്ഥയുണ്ട് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല. റോഡ് പണി നമുക്ക് അത്യാവശ്യമാണ്, വേണ്ടതാണ്. പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒരു രക്ഷയില്ല കേട്ടോ. മാസ്ക് ഇല്ലാണ്ട് ഇവിടെ നടപ്പിലാക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. അപ്പം നമ്മുടെ ചന്തപ്പറയിലത്തെ നമ്മുടെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകാതെ എലി കൂട്ടിപ്പെട്ട മാതിരി കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ദയനീയ അവസ്ഥയാണ്. ഈ പൊടി കാരണം നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റില്ല. ആകെ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്നത് നമുക്ക് ചുമയും അതുപോലത്തെ തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അവരാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് വിവരിക്കാൻ പറ്റും? ഈ പൊടിയുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും? ഉറക്കെ പറയണം കേട്ടോ നമുക്ക്. ഈ പൊടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ സാധാ പൊടിയല്ല ഇത് ചെങ്കല്ലിന്ന് പറഞ്ഞ പൊടിയാണ്. സിമെന്റ് പൊടിയാണ്. ആ സിമെന്റ് ഉണ്ടാവും, അതുപോലെ കൽപ്പൊടിയും ടെമ്പേണിന്റെ പൊടികളും അതുപോലെ പുക കാര്യങ്ങളെല്ലാം ധാരാളമാണ്. ആ പൊടി ശ്വസിച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കാര്യം പോക്കാണ്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചോദിക്കണം. ഇപ്പൊ നമുക്ക് മുമ്പ് ഉണ്ടായതിനെക്കാട്ടും ഓട്ടവും വളരെ കുറവാണല്ലോ. ഇവിടെ ആൾക്കാരൊന്നും ഇറങ്ങണില്ല. ആരും ഇറങ്ങുന്നില്ലല്ലോ. ആരും ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ട് ഇവിടെ. വളരെ ശോചനീയ അവസ്ഥയാണ്. കണ്ടില്ല എന്നുള്ളൊരു മട്ടം. അതെ നമ്മുടെ ഇപ്പൊ അധികൃതരൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ? അത് അത്രയും ദ്രോഹിച്ചോണ്ടിരിക്കും. ഇവരോട് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും സത്യം പറഞ്ഞാലേ ഇവിടെ ഇതിലൂടെ പോകാത്ത അധികാരികളില്ല. പോലീസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാവരും പോകുന്നുണ്ട്. ഇവരൊക്കെ കാണാത്ത പോലെ നടിക്കരുത്. ഇത് അവർക്കറിയാം ഇത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. എന്നിട്ടും ഈ ജനങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കണവര്. അവർക്കൊക്കെ അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഉണ്ട്. നമ്മുടെ ഇതിങ്ങനെ പഠിച്ചാണ്ടല്ലോ കട്ടയാണ് പോരുന്നത്. ഇവിടെ മൂടി വയ്ക്കാൻ പറ്റില്ല. മൂക്കമ്പായ മാത്രമല്ല. അപ്പൊ നമ്മ കേട്ടില്ലേ അവരവസ്ഥ കേട്ടില്ലേ? വളരെ ശോചനീയ അവസ്ഥ, അന്യായ ശോചനീയ അവസ്ഥയാണ്. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ആകെ കിട്ടുന്നത് ഇങ്ങനെ തുടച്ചാൽ കിട്ടുന്ന ഒരു ഉണ്ട ചെളിക്കട്ടയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എന്തോരം കയറുന്ന ആലോചിച്ച് നോക്കിയിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിലേ പോകുന്നുണ്ട്. അവരേതായ കാര്യങ്ങൾ നടക്കുന്നു. അവരൊക്കെ ലക്ഷറി ആയിട്ടുള്ള വണ്ടികളിൽ AC ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഫുൾ ഗ്ലാസ്സിലാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ
ഈ പരിസരം എന്ന് പറഞ്ഞാല് ആസ്പത്രികളാൽ ചുറ്റപ്പെട്ട ഒരു പരിസരമാണ്. കറക്റ്റ്. അതായത് ഹോസ്പിറ്റലുകളെല്ലാം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കണ ആസ്പത്രിയാണ്. കാരണം അതിന്റെ കോലം നോക്ക്, ഈ പൊടികളുടെ ഇതാണ്. ഫുള്ള് പൊടിയിൽ മറിഞ്ഞ് കിടക്കേണ്ട കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതായത് വെള്ളം അടിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ ഇത്. പക്ഷേ ഇങ്ങനത്തെ ഒരു വിഭാഗം ജനതയുടെ കൂടി മരച്ച് ചേർത്ത് കൊണ്ടുള്ളതാണ് നമ്മുടെ റോഡ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇത് തള്ളല്ല വേണ്ടത്. നമ്മുടെ ഒരു ജനത, അത് കേരളത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരുന്ന അപ്പുറം താമസിക്കുന്ന ഒരു ജനതയുടെ വിയർപ്പും അവരുടെ കഠിനാധ്വാനത്തിന്റെയും അവരുടെ കുടുംബത്തിന്റെ പട്ടിണിയുടെയും എല്ലാം അരച്ച് ചേർത്ത് കലക്കി കുറുക്കിയിട്ടുള്ളതാണ് നമ്മുടെ റോഡ് എന്നുള്ളതോട് മനസ്സിലാക്കണം. ഇവർക്ക് ആകെ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്നത് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ അലക്കി കുടിച്ചെന്ന് പറഞ്ഞാൽ ആലോചിച്ച് കുടുംബത്തിൽ വന്നിട്ട് ഞങ്ങൾ ഈ പൊടി നമുക്ക് ആകെ കിട്ടുന്നത് ഈ പൊടി മാത്രമേ ഉള്ളൂ. വെയിൽ സമയത്ത് ഈ പൊടിയും കൂടെ ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന്, പക്ഷെ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്നുവെച്ചാൽ അത്രയും പൊടിയും വെയിലും ചൂടും. അവരോട് പറഞ്ഞിട്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞാലും അവര് വരൂല. അപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ എനിക്ക് കാണുന്നത്, കുഞ്ഞു മോനായിട്ട് വന്നിട്ട് ഒരാൾ ബുദ്ധിമുട്ടാണ് കാണുന്നത്. മാസ്ക് വെച്ച മോൻ ആദ്യം മാസ്ക് വെച്ചോട്ടെ. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാസ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാസ്കെങ്കിലും കൊടുത്തുകൊണ്ട് ആ പാവങ്ങൾക്ക് ഒരു കുറച്ച് നേരമെങ്കിലും അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം ഈ മാസ്കിന്. എന്നാ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവർക്ക് ആകെ കിട്ടുന്ന മാസ്ക് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. വീട്ടിൽ പട്ടിണിയും പാരിവട്ടൊക്കെ ആയിരിക്കുള്ളൂ. അവർക്ക് വേണ്ടത് ഓട്ടങ്ങളാണ്. ഓട്ടത്തിന് ഇവിടെ ആരും വരുന്നില്ല, കിടക്കൂല, 100% കിടക്കൂല. നമ്മുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പൊ വേണ്ടപ്പെട്ട അധികാരികൾ ഒന്നും ഓടിയിട്ടല്ല, ഇത് കിടക്കാൻ പറ്റില്ല, അത്രയും ഇതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ അവസ്ഥ മനസ്സിലായില്ലേ? അവർക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കാം. ഇത് വെള്ളം അടിച്ചാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. മുനിസിപ്പാലിറ്റി ഉണ്ട്, അവരിപ്പോൾ റോഡ് ഫണ്ട് ആളുകളാണ് ചെയ്യേണ്ടത്. എങ്കിലും അധികാരികൾക്കും അതിൻ്റെ ഒരു പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനി കുറച്ച് വീഡിയോകൾ കണ്ടുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.